അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിയമ ഭേദഗതികൾ ചെയ്യുന്നതുവരെ കേരള കോൺഗ്രസ് ഇതുപോലെ നിരന്തരമായ ശ്രമത്തിലായിരിക്കുമെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ നേതാക്കന്മാരെല്ലാം സംസാരിക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനായ പാർട്ടിയുടെ ചെയർമാൻ, ഇത് മാത്രമല്ല, അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്ന ഒരു കാര്യം, ചെയർമാൻ ഈ വിഷയം ഓൾ പാർട്ടി മീറ്റിംഗ് ഉന്നയിച്ചപ്പോൾ മറ്റു പാർട്ടികളും അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാരണം അത്ര ധാർമ്മികമായ ഒരു പ്രശ്നമായിരുന്നു. നമ്മുടെ കടലിനെ നശിപ്പിക്കാൻ, കടലിനെ ബ്ലൂ എക്കോണമി പ്രകാരം അതിന്റെ മുഴുവൻ സമ്പത്തും ചൂഷണം ചെയ്യാൻ അത് മറ്റ് പവർ കമ്മിറ്റിയെ സമീപിക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പവർ കമ്മിറ്റിക്ക് അറിയാൻ മേലാത്ത പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് വിശദമായ ഡാറ്റാസ് ഉൾപ്പെടെയുള്ള നിവേദനം സമർപ്പിക്കുകയും ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുകയും ആ കോടതിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ആ ജില്ലയിലെ സംസ്ഥാന നേതാക്കൾ സഹകരിച്ചുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ ആ ജാഥ, മലയോര ജാഥ, അത് കേരള കോൺഗ്രസിന്റെ യശസ് ഉയർത്തി ഒരുപാട് സാധാരണക്കാർ വേദനിക്കുന്നവർ നമ്മോടൊപ്പം ചേരാൻ ധാർമ്മികമായും അല്ലാതെയും എല്ലാ പരിപാടികളും മാറ്റിവെച്ച ത്യാഗോജ്ജലമായ സമരത്തിൽ എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ഇത്രയേറെ നേതാക്കന്മാർ പങ്കെടുത്ത സമരം കേരള കോൺഗ്രസിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ഇത്രയും പങ്കാളിത്തത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങളെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ അതുപോലെ കൃഷിക്കാരുടെ കാലം ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോസ് കെ മാണി, നിങ്ങളുടെ എവരുടെയും പേരിൽ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാരികാടൻ, അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. ഇതിന്റെ ശ്രീ പ്രമോദ് നാരായണൻ വനമുള്ള മേഖലയാണ്. അദ്ദേഹം ഭയപ്പെട്ടാണ് റാന്നിയിലൂടെ സഞ്ചരിക്കുന്നത്. പുലിയോ വല്ല ഇറങ്ങുമെന്ന് ഭയപ്പെട്ടു. അതുപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്യജീവികൾ. പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് നാരായണനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പോത്ത് വന്നെപ്പോഴും ശല്യപ്പെടുത്തുന്ന ഈ ഒരാളെ കൊലപ്പെടുത്തി ശ്രീ കുഞ്ഞാന്മാരാണ് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം. പ്രിയപ്പെട്ട മുഹമ്മദ് ഇക്ബാൽ, ശ്രീ ബെന്നി കക്കാട്, ജില്ലാ പ്രസിഡന്റുമാർ, ശ്രീ പ്രിയപ്പെട്ട ജെന്നീസ് ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണ ഈച്ചരേത്ത്, പ്രിയങ്കരനായ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കുശലകുമാർ, പ്രിയപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. സമയത്ത് ഇവിടെയുണ്ട്. നമ്മുടെ ജോസ് പുത്തങ്കാല, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട റജി കുന്നങ്കോട്, പ്രിയപ്പെട്ട നമ്മുടെ ടിഒ എബ്രഹാം, ഐസക്ക്, പ്രിയപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ ഒന്നാം തരപ്പ ജില്ലയാണ് തിരുവനന്തപുരം. അവിടെ ഗംഭീരമായി ബെന്നിക്കാക്കട പറഞ്ഞു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എവിടെയുള്ളത്, മിനിഞ്ഞാന്ന് വന്നിരുന്ന അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ജോസ് പാലത്തിനാൽ ഒരുപാട് പേര് കൈവെക്കുന്നുണ്ട്. ആ കൈവെക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞതായി പരിഗണിക്കണം. എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ധർണയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇവിടെ നടത്തുന്ന ധർണ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അനേക വർഷങ്ങളായി ഈ പ്രശ്നം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നിലവിലുള്ള നിയമത്തിൽ തന്നെ ചില ക്ലോസുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ കടമലയില് കാട്ടുപോകത്ത് വീട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ഒരു കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ കാട്ടുപോകത്തിനെ വെടിവെക്കാൻ അന്നത്തെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ട് പ്രസിഡന്റുമാര് മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. അവരുടെ നേതൃത്വത്തിൽ നിരന്തരമായ സമരം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഡൽഹിയിലെ സമരം തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കണം. അംഗീകാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് ലഭ്യമാകുന്നതുവരെ, അത് നേടിയെടുക്കുന്നതുവരെ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഈ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമായി ആളിപ്പടരുന്ന
കേരളത്തിലെ കർഷകരുടെ സമരമുഖത്ത് ധീരനായ പോരാളിയായി മാറുന്ന പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എംപിയെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുഴുവൻ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന നേതാക്കന്മാരും പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാരും അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി മുഴുവൻ നേതാക്കന്മാർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടി വിവിധ സമര പരിപാടികൾ പോകുന്നത് അത് നെൽ കർഷകരുടെ ആകട്ടെ, പട്ടയത്തിന്റെ വിഷയമാകട്ടെ, ബഫർ സോണിന്റെ വിഷയമാകട്ടെ, അത് വന നിയമ ഭേദഗതിയുടെ വിഷയമാകട്ടെ, ഇതിലൊക്കെ എപ്പോഴും ഇടപെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച തോമസ് കേന്ദ്രത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കുവാൻ, അത് തുറപ്പിക്കുന്നോടം വരെ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, പക്ഷേ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ശതമാനം ജീവിക്കുവാൻ നമുക്ക് കഴിയും. അത് കഴിയുന്നത് വെറും 30.4% മാത്രമാണ്. ആ കൊച്ചു കേരളത്തിൽ നമ്മൾ ബഫർ എന്ന് പറയുമ്പോഴും പട്ടയം എന്ന് പറയുമ്പോഴും വന്യമൃഗത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും അതുകൂടാതെ കാർബൺ അബ്സോർബ് ചെയ്യുകയുള്ളൂ, അല്ലെ? അങ്ങനെയാണെങ്കിൽ വൃക്ഷാവരണം എത്രയുണ്ട് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വൃക്ഷാവരണമുള്ള പ്രദേശം അത് അന്യ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ആ കർഷകരാണെന്ന് കയ്യേറ്റക്കാരാണ് ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ടുന്നത്. വേദനയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും കർഷകരുടെ മക്കളുമായിട്ടുള്ളവർ എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൂടാതെ കേരള സംസ്ഥാനം കർഷകരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ സംസ്ഥാനത്തിന്റെ സമ്പത്ത്. 14 ജില്ലകളിലും ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പോലും ചെങ്ങന്നൂര് പോലും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും നമ്മൾ ഈ പറയുന്ന പോരാട്ടങ്ങൾ നടത്തി, അവിടെ സമര പ്രഖ്യാപനങ്ങൾ നടത്തി, എന്ന നിലയ്ക്ക് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നേതാക്കന്മാരെ നിങ്ങളും ഞങ്ങളും ഒക്കെ നമ്മളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം, പ്രധാനമായും കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ബഹുമാനായ ഇല്ല, അതിനൊന്നും ഒരു തെറ്റില്ല. കാരണം അവിടെ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച ഒരു വന്യമൃഗം, ആന തൊട്ട് പുലി തൊട്ട് കടുവ തൊട്ട് എല്ലാം ആ സ്വകാര്യ പാർക്കിലുണ്ട്. ആ വീഡിയോ വളരെ മനോഹരമായി വൈറലായി മുന്നോട്ട് അതിനെ മയക്കുപിടി വെക്കുവാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ഉടനെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതിനെ വെടിവെച്ച് വീഴ്ത്തി ആ കൊലപ്പെടുത്തി. കർഷകർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ലേ? അതാണ് ഇവിടുത്തെ ചോദ്യം. കഴിയും, പക്ഷെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. എവിടെയെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ ഒരു വന്യമൃഗം ഇറങ്ങിച്ചെന്ന് അവിടെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആ വന്യമൃഗത്തിനെ കില്ലിംഗ് ഓർ വൂണ്ടിംഗ് in good faith any wild animal for defense by oneself or anyone else is not a crime എന്ന് പറഞ്ഞാൽ ഇന്ന് വന്യമൃഗം ജനവാസിക്കുന്നതും നമ്മൾ നിരപരാധിയാണ് തെളിയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അത് നമ്മുടേതായി മാറുകയാണ്. ആ കേസെടുക്കുന്നതിന് കുഴപ്പമില്ല. എന്ത് കേസാണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഒരു ആനക്കൊമ്പ് അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ ഒരു മാംസം നമ്മുടെ കയ്യിലുള്ളതിലും ചില പ്രസംഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ജാതിപ്പേര് വിളിക്കുന്നതിന് ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ആ നിയമത്തിൽ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഉടനെ തന്നെ കേസെടുത്തിരിക്കും. കുറ്റക്കാരനാണ് നമ്മൾ തെളിയിക്കണം, അല്ലെ? അതോടൊപ്പം ഞാൻ പറയട്ടെ, ഇന്ന് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ 2-3 നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ ഒരിടത്തും അനുവാദം കൊടുത്തിട്ടില്ല ജനവാസ കേന്ദ്രത്തിൽ വന്ന് കേസെടുക്കുവാൻ. അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ എവിടെയെല്ലാം ഇങ്ങനെയുള്ള ഒരു ദുർവാഖ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് വേണം? അതിന് വേണ്ടത് നമുക്കറിയാം. ഇന്ന് വന്യജീവി സംരക്ഷണ ബില്ലിൽ അവിടെ നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു GD ആവും. അവിടെ വന്നൊരു മാംസം എടുക്കും. എന്താ സംഭവിച്ചതെടുക്കും.
പരിശോധിക്കും. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഒരു കൊലക്കുറ്റം ചെയ്താൽ പോലും ആ കൊലക്കുറ്റം തെളിയിക്കേണ്ടത് ഒരു ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം. ഈ ദുരന്തം എന്ന് പറയുമ്പോൾ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മാത്രമല്ല, വലിയൊരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഭീകരപ്രവർത്തനം ഉണ്ടായാൽ ഉടനെ തന്നെ നമുക്ക് അറിയാൻ, ഉടനെ തന്നെ അവരെ വെടിവെച്ച് വീഴ്ത്തും. മാവോയിസ്റ്റ് ആയിട്ട് വീട്ടിനകത്തിരിക്കുക. അപ്പൊ കളക്ടർ പറഞ്ഞിട്ടു അതിനെ വെടിവെക്കുവാനായിട്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു വെടിവെക്കാൻ പറ്റത്തില്ല, പോലീസ് വെടിവെച്ചാൽ ഞങ്ങൾ കേസെടുക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ റൈറ്റ് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി അതൊരു പക്ഷേ വനം വകുപ്പും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വേണം ഇതിന്റെ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ. അതിന് പൂർണ്ണമായും നേരത്തെ പറഞ്ഞ ആ വകുപ്പും വന്യജീവി ഇല്ലാതാക്കാനാണോ, വനം കൂട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് പൊതുസമൂഹത്തിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്, നമ്മൾ ഏറ്റെടുത്ത വിഷയമാണ് കടൽ മണൽ ഖനനം, അല്ലേ? അതുമായി ബന്ധപ്പെട്ട നാളെ തന്നെ ഈ ജനമാണ് എല്ലാ കടലിനോട് ചേർന്ന് കിടക്കുന്നത്. അവിടെയാണ് കടൽ മണൽ ഖനനവുമായി ഇന്ന് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. അവിടെ പോകുമ്പോൾ മത്സ്യബന്ധനം മാത്രമല്ല, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് മാത്രമല്ല, അവിടെ ജീവിതമാർഗം ഇല്ലാതാകുന്നത് മാത്രമല്ല, ഇന്ന് വനം സംരക്ഷണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആദിവാസികളെല്ലാം പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ മറ്റൊരു നിയമം കൊണ്ടുവന്നു, ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. ആ റൈറ്റ് ആക്ട് പ്രകാരം ആദിവാസികൾക്കും അവിടെ താമസിക്കാം, വനത്തിന്റെ ഉൽപ്പന്നത്തിലും നമ്മൾ ഈ പോരാട്ടം വിട്ടുകൊടുക്കില്ല. അത് ആ ലക്ഷ്യം നേടുന്നത് വരെ കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അവിടെ നിന്നുള്ള സംസ്ഥാന നേതാക്കന്മാരും നമുക്കറിയാം തന്നെ ടി.എം. ജോസഫും അതുപോലെ തന്നെ ജോണി പുല്ലാന്താനിയും അതുകൂടാതെ കുശലകുമാരനും അതുപോലെ ഉണ്ണികൃഷ്ണനും തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തും ടോമി ജോസഫും ഇടുക്കിയിൽ നിന്നും ജോസ് പാലത്തിനാലും ലോപ്പസ് മാത്തി കോട്ടയത്തിൽ നിന്നും ആലപ്പുഴൻ വി സി ഫ്രാൻസിസും അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് സജി അലക്സും അതുകൂടാതെ വഴുതാനത്ത് ബാലചന്ദ്രനും അതുപോലെ തന്നെ സഹായദാസും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ സംസ്ഥാന നേതാക്കന്മാരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇത് കേരള കോൺഗ്രസിന്റെ ശബ്ദമല്ല, ഇത് അവിടെയുള്ള കർഷകരുടെ ശബ്ദമാണ്, മക്കളുടെ ശബ്ദമാണ്, അവിടെ രോക്ഷമാണ്. ആ രോക്ഷത്തിന് പരിഹാരം കാണുന്നവർ പോലെ നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാവും, ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ വിജയത്തിലെത്തുന്നോടം വരെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നാം നടത്തുന്ന ഈ സമരം കേരളത്തിൻ്റെ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരേടാണ്. മാണിസാർ പകർന്നു നൽകിയ കർഷകർക്കായുള്ള സമര പാരമ്പര്യത്തിലെ ദീപ്തമായ ഒരു ദിവസം കൂടിയാണ്. ഒരു വാക്ക്, ഈ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ നടത്തിയ പ്രസംഗം ഈ വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളെയും എല്ലാ ദിശകളെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു പാഠപുസ്തക വായന പോലെ അർത്ഥവത്തായി മാറി. ആ പ്രസംഗം ചരിത്രത്തിൽ ഇടം നേടി. രാത്രികളെ അവന്റെ സ്വപ്നങ്ങളില്ലാതാക്കിക്കൊണ്ട് പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളുടെ രാവുകളാക്കി മാറ്റുമ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1972 വനഭേദഗതി വനനിയമം ഉണ്ടാക്കുന്ന കാലത്ത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത്. നമുക്കറിയാം, ആ നിയമം അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നിയമം വരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കാര്യമായ ഭേദഗതികളില്ലാതെ പോയ നിയമങ്ങളിലൊന്നാണിത്. പലപ്പോഴും ഇതിൻ്റെ വളരെയേറെ ശക്തമായ ഈ നിയമത്തെ പിന്തുടരാനും അതിൻ്റെ അപകടകരമായ വകുപ്പുകൾ പിൻവലിക്കാനും ഒരു ഗവൺമെൻറ്റുകൾ, ഈ ഗവൺമെൻറ് ഉൾപ്പെടെ മുൻപോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ചോദിച്ചത് നിങ്ങളുടെ ഈ മുദ്രാവാക്യം തന്നെയാണ്. അത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയാണ് ആ ചോദ്യം. 1972 നിയമം അനുയോജ്യമായി ഭേദഗതി ചെയ്ത് ഏതെങ്കിലും ഒരു വന്യജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അവകാശം ഒരു സംസ്ഥാന ഗവൺമെന്റിന് നൽകാൻ നിങ്ങൾ ഒരുക്കമാണോ ഇല്ലയോ?
രണ്ട്, കേരളത്തിൽ വന്യജീവി സംഘർഷവുമായി മുൻനിർത്തി ജീവൻ നഷ്ടപ്പെട്ടവർ, കൃഷി നഷ്ടപ്പെട്ടവർ ഇവർക്ക് വേണ്ടി 1000 കോടി രൂപയുടെ ഒരു പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം കേരള ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്ന് ചോദ്യത്തോട് സ്വാഭാവികമായും പുറംതിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് വനം മന്ത്രി, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അവലംബിച്ചത്. എങ്കിൽ പോലും നിങ്ങളുടെ സമരത്തെ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യം. ഇത് കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉപചോദ്യങ്ങൾ ചോദിച്ച പല ആൾക്കാരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ, ബീഹാർ ഉൾപ്പെടെ. പക്ഷെ കേരളത്തോട് സവിശേഷമായിട്ടുള്ള ഒരു ചിറ്റമ നയം കേന്ദ്ര സർക്കാർ അവലംബിക്കുന്നു. മുൻകാലങ്ങളില് ബീഹാറിലും ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ഉചിതമായ തീരുമാനങ്ങൾ അക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പാർലമെന്റില് കോൺഗ്രസിന്റെ നേതാവ് ജയറാം രമേശ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിമാനത്തോടെ. അന്ന് ജോസ് കെ മാണിയും അവിടെ സഭയിലുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുണ്ടായിരുന്ന ഈ വിഷയം, വനവും വന്യജീവി സംസ്ഥാന പട്ടികയിൽ ഉണ്ടായിരുന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. 1972 ആ നിയമം പിന്നീട് 7 തവണ ഭേദഗതി ചെയ്തു. അതിൽ 5 തവണ ഭേദഗതി ചെയ്തതും കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലാണ്. 2 തവണ BJP ഗവൺമെന്റ്. ഓരോ തവണയും ഈ 1972 മൂല നിയമത്തെ കുറേയും കൂടി കർക്കശമാക്കുന്ന വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ ബലിയാടാകുന്ന ഒരു സാഹചര്യം. എന്തെങ്കിലും നാട്ടിൽ സംഭവിച്ചാൽ ആദ്യം ജനങ്ങൾ ഓടിയെത്തുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിന്റെ തിക്താനുഭവങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സംസ്ഥാന ഗവൺമെന്റുകളും പേറണം. അതേസമയം പരിഹരിക്കാൻ കഴിയുന്ന ഒരു മാർഗവും സംസ്ഥാനങ്ങളുടെ പരിഗണനയില്ലതാണ്. അങ്ങനെ കേരളത്തിന്റെ പാതിയോളം ഭാഗങ്ങൾ, എനിക്കൊന്ന് പാതി മാത്രമല്ല, കേരളം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തിലുണ്ട് ചാലക്കുടിയിൽ പുലി ഇറങ്ങി എന്നുള്ളത്. ചാലക്കുടിയിൽ പുലി ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പുലി ഇറങ്ങാതിരിക്കും. ടൗണില് ചാലക്കുടി ടൗണിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. കേരളത്തില് ഞാൻ പരസ്യമായി പ്രസംഗിച്ച കാര്യമാണ്. അത് പ്രസംഗിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാര് നമ്മുടെ എന്റെ സ്നേഹിതൻ ശ്രീ രാധാകൃഷ്ണൻ ഞാൻ കേരള കോൺഗ്രസ് ആണെന്നൊരു സംശയം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവരോടുള്ള ഒരു വിഷയത്തിന്റെ ഒരു ഐക്യദാർഢ്യം. ഞാനെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും മികച്ച ഒരു കർഷകനാണ്. ഞാനത് മനസ്സിലാക്കിക്കൊള്ളുന്നത്. നല്ലൊരു കർഷകനാണ്. കർഷക കുടുംബത്തിൽ പിറന്നാണ്. ഇന്നും കൃഷിയുള്ള ആളാണ്. ഇന്ന് കേരളത്തിലെ ഒരു സ്ഥലത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റാതായിട്ട്, ഒരു സ്ഥലത്ത് പോലും. അത് നഗരമാണെങ്കിലും വേണ്ടില്ല, ഗ്രാമമാണെങ്കിലും വേണ്ടില്ല, ആൾക്കാരെ കൃഷി ഉപേക്ഷിക്കുക. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മുടെ കണ്ണൂരിൽ നിന്ന് ആളെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ അയൽവാസികളൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൃഷിയുള്ള കുടുംബമല്ലേ നമ്മുടെ. ഒന്ന് സർട്ടിഫൈ ചെയ്യും. ജോസ് കെ മാണി കേൾക്കട്ടെ. ജോസ് കെ മാണി വിചാരിക്കുന്ന പാർലമെന്റിൽ മൂപ്പർ മാത്രമേ കൃഷിക്കാരനുള്ള നമ്മളൊക്കെ ഉണ്ട്. ജോസ് കൃഷി ചെയ്യുന്നേക്കാളും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടെ. അതാണ്. അപ്പൊ ഈ സാഹചര്യത്തില് കേരള കോൺഗ്രസിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവരാൻ അവർ കാണിച്ച ആ പ്രതിബദ്ധത, ഇതൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. ഇനിയും വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അക്കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം
പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MBA ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ശ്രീ ജോസ് കെ മാണി MP, കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാക്കളെ, എന്റെ സഹപ്രവർത്തകരായ രാജ്യസഭാ അംഗങ്ങളെ, ശ്രീ കെ രാധാകൃഷ്ണൻ MP, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ, വളരെ പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമായിരിക്കുന്ന ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളേവരെയും, കേരള കോൺഗ്രസ് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുള്ള ഒരു പാർട്ടിയാണ്. അവരെല്ലാവരെയും നേരിൽ കാണാൻ സാധിച്ചതിലും നിങ്ങളെ ഈ തലസ്ഥാന നഗരിയിലേക്ക് കുറച്ചുകൂടെ നേരത്തെ വന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഗതം ചെയ്യുന്നതിനും അവരെല്ലാം ഉപരിയായി ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം സംബന്ധിച്ച ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇന്ന് രാജ്യസഭയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ശ്രീമതി PT ഉഷ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നിരവധി സുഹൃത്തുക്കൾക്ക് ആ കാര്യത്തിൽ പ്രതികരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അസാധാരണമായ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു എന്ന് എല്ലാവരും, ഒരർത്ഥത്തിൽ മന്ത്രി ഉൾപ്പെടെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിന്റെ ഗൗരവാവസ്ഥയെ ബോധ്യപ്പെടുത്താൻ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന വാക്ക് വാസ്തവത്തിൽ നിരർത്ഥകമാണ്. അങ്ങനെ ഒരു സംഘർഷമല്ല വാസ്തവത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ, സംവാദങ്ങളിൽ, ഇടപെടലുകളിൽ ഔദ്യോഗിക രേഖകളിലും അല്ലാതെയൊക്കെ ഈ കോൺഫ്ലിക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നടക്കുന്ന സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഇത് ഒരർത്ഥത്തിൽ ഏകപക്ഷീയമായ ഒരു കടന്നാക്രമണമായി മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വന്നുകൊണ്ട് നടത്തുന്ന ഭീകരമായ ഒരു അക്രമമായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് ഓരോ ദിവസവും കേരളത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കോൺഫ്ലിക്റ്റ് എന്ന വാക്ക് വാസ്തവത്തിൽ പ്രയോഗിക്കുന്നത് ഈ കാര്യത്തിലെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടായ ചില സന്ദർഭങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് ഇപ്പൊ ഞാൻ ജീവിക്കുന്ന കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ കുരങ്ങ് വന്ന് അല്ലെങ്കിൽ മറ്റ് ക്ഷുദ്രജീവികൾ വന്ന് വെള്ളമശിപ്പിക്കുന്നതിനെ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ജീവഹാനിയോ മറ്റെന്തെങ്കിലും, ഇപ്പൊ പാനൂരിൽ അടുത്ത കാലത്ത് ഒരു കർഷകൻ കടുവയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതൊന്നും ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മളെല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിട്ടും കേന്ദ്ര വന നിയമത്തിനകത്ത്, വൈൽഡ് ലൈഫ് ആക്ടിനകത്ത് മനുഷ്യർക്ക് അനുകൂലമായ തരത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിന് കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഭരണത്തിന്റെ പഴയ ചരിത്രം, കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനകത്തൊരു മാറ്റം ഉണ്ടായേ തീരും. ആ മാറ്റം ഉണ്ടാകുന്നതിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. സാർവദേശീയമായിരിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ, ചില ധാരണകളൊക്കെ ഒരുപക്ഷെ അതിന് തടസ്സമായിട്ടുണ്ടാകാം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. അല്ലാതെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ ആ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കാൻ സാധിക്കാത്തത്? ഇന്നും ഇപ്പൊ മന്ത്രി പറഞ്ഞപ്പോ ഉത്തരം പലതും എവേസീവായിരുന്നു. ആ ഉത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാരതീയ സംസ്കൃതി അങ്ങനെയല്ല, ഭാരതീയ പൈതൃകം അങ്ങനെയല്ല, നമ്മൾ ഇതിനെല്ലാം മാനിക്കുന്നു. ആ പൈതൃകത്തിനെ നിരസിക്കുന്ന ഒന്നായി പോകും മനുഷ്യർക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്താൽ എന്ന മട്ടിലുള്ള ഒരു ഉത്തരമാണ് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് അങ്ങനെയല്ലെന്നും ഇതിന് മനുഷ്യർക്ക് അനുകൂലമായ തരത്തിൽ കുറെ കൂടി, മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട എന്നുള്ളതല്ല, കുറെ കൂടി മനുഷ്യപക്ഷത്തിൽ നിന്ന് കാണാനുള്ള ഒരു നിയമത്തിനകത്ത് ഭേദഗതി വരുത്തണം. അപ്പൊ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. കള്ളിങ് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കണം, നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഗുലുമാല് പിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ സംസ്ഥാനത്തിന് വീണ്ടും അവകാശമുണ്ട് എന്നൊക്കെ ഇന്നും മന്ത്രി പറയുകയുണ്ടായി. പക്ഷെ അത് നടപ്പാക്കി വരുമ്പോഴാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ പ്രശ്നം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് വളരെ സങ്കീർണമായിരിക്കുന്ന, കേരളത്തിലെ ഓരോ മനുഷ്യനെയും പേടിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യം രാജ്യത്തിന്റെ പരമോന്നത സഭയിൽ ഉന്നയിക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണി സ്വാഭാവികമായിട്ടും നല്ല മുൻകൈ എടുക്കാറുണ്ട്. അതിന്റെ ഒക്കെ കൂടെ ഭാഗമായിട്ട് കൂടിയാണ്
നിങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ന് തലസ്ഥാന വരിയിൽ എത്തിയിരിക്കുന്നത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ CPI ഈ ആവശ്യത്തോട് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്, പൂർണ്ണമായും നിങ്ങളോടൊപ്പം നിൽക്കുന്നു. കിട്ടാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ഈ വിഷയം പലതവണ ഉന്നയിച്ചതാണ്. കേരളത്തിന്റെ ഒരു 1000 കോടിയുടെ പാക്കേജ്, ഇതിനെല്ലാം മിറ്റിഗേറ്റ് ചെയ്യുന്നതിനുള്ള പാക്കേജ് സംസ്ഥാനം ഇവിടെ അയച്ചു കൊടുത്തത് ഇവിടെ പരിഗണനയിലാണ്. ആ കാര്യത്തിനകത്തും ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ കേരളത്തിന്റെ അഭിജീവനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിന് ഞാൻ ഒരിക്കൽ കൂടി എന്റെ മനസ്സ് നിറഞ്ഞ പിന്തുണ അറിയിക്കുന്നു. ഈ സമരം നമുക്ക് ഒരുമിച്ച് വിജയിപ്പിക്കാം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ കേരളത്തിന്റെ സമര യൗവനത്തിന്റെ മുഖമായി വന്ന് നമ്മുടെ എല്ലാം അഭിമാനമായി മാറി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെയായ പ്രിയങ്കരനായ MP സഖാവ് A. റഹീമിനെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശ്രീ സഖാവ് K. രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസും എന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സഖാവ് P. സന്തോഷും കൂടെ സൂചിപ്പിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും എനിക്കില്ല. പാർലമെന്റിൽ ഓരോ അവസരം കിട്ടുമ്പോഴും ഞങ്ങൾ ഇത്രയും പേർ വളരെ ശക്തമായി ലോക്സഭയിലും ഇപ്പുറത്ത് രാജ്യസഭയിലും ഈ പ്രശ്നം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നവരാണ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് യോജിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു. നിയമത്തിന്റെ പ്രശ്നം, നിയമം ഇപ്പോൾ അനിമൽ സെൻട്രിക് ആണ്, ഹ്യൂമൻ സെൻട്രിക് അല്ല. ഹ്യൂമൻ സെൻട്രിക് ആക്കി നിയമത്തെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഏതും ഒരു മൗലികവാദത്തിലേക്ക് കടന്നാൽ വലിയ പ്രശ്നമാണ്. ഞാൻ കുറച്ചു കാലം മുമ്പ് യാത്ര നടത്തുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം നല്ല നിലയിൽ പെറ്റ്സിനെ, പ്രത്യേകിച്ചും നായകളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം നായകളെ കൊല്ലുന്നത്, നായകളെ ആക്രമിക്കാൻ പോലും പാടില്ല, വന്ധീകരിക്കാൻ പാടില്ല എന്നൊക്കെ അഭിപ്രായമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി മുഴുവൻ കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചു. നിങ്ങളുടെ തിയറിക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ ഇന്നലെ നമ്മളിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കൊതുകിനെ കൊല്ലുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ഈ പറഞ്ഞ തിയറി അവിടെ ആപ്ലിക്കബിൾ അല്ലേ? കൊതുകിനും ജീവിക്കണ്ടേ? നായയ്ക്ക് നമുക്ക് തുല്യമായ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൊതുകിന് ജീവിക്കണ്ടേ? പാമ്പ് കടിക്കാൻ വരുമ്പോൾ പാമ്പിനെ കൊല്ലില്ലേ? യഥാർത്ഥത്തിൽ അക്രമകാരികളായ തെരുവ് നായകളെ സംബന്ധിച്ചായാലും ഇപ്പുറത്ത് മൃഗങ്ങളെ കൃഷി നശിപ്പിക്കുകയും മനുഷ്യജീവിതം അസാധ്യമാക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ സംബന്ധിച്ചായാലും വന്യജീവികളെ സംബന്ധിച്ചായാലും മനുഷ്യന്റെ അതിജീവനത്തെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ വളരെ സുസ്ഥിരമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ഇതിനകത്ത് വേണം. മൗലികമായ യാന്ത്രികമായ സമീപനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 1972 നിയമം യഥാർത്ഥത്തിൽ ശ്രീ ജയറാം രമേശിന്റെയും കോൺഗ്രസിന്റെയും, ഞാൻ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം, മലയോര ജാഥയാണ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ഇതിൽ ആത്മവഞ്ചനാപരമായ സമീപനം എടുത്ത പാർട്ടി കോൺഗ്രസ് ആണ്. നമ്മുടെ ഈ നിയമത്തെ ഏറ്റവും ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന വിധം ഭേദഗതി ചെയ്തതൊക്കെയും കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇപ്പോൾ അതിൽ ഒരു മനസാക്ഷിക്കുത്തോടെ ഒന്ന് കുമ്പസരിച്ചിട്ടായിരിക്കണം ഈ യാത്രയും പ്രതിഷേധങ്ങളും എല്ലാം ഇപ്പൊ നടന്നത്. നേരത്തെ എടുത്ത നിലപാട് തെറ്റിപ്പോയി, അതിന് തിരുത്തലൊന്നും തെറ്റില്ല. പക്ഷെ നേരത്തെ എടുത്ത് തെറ്റായിപ്പോയി. അതാണ് ഈ പ്രശ്നങ്ങൾ ക്ഷണിച്ചവർക്ക് നിലപാടിലേക്ക് വരുത്തണം. ഇപ്പോഴും അതിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പാർലമെന്റിൽ ഇത്രയും പ്രശ്നങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും കോൺഗ്രസ്, പ്രത്യേകിച്ചും ജയറാം രമേശ് എല്ലാം ഇപ്പോഴും പാർലമെന്റിനകത്ത് എടുക്കുന്ന സമീപനം അവർ ചെയ്തതെല്ലാം ശരിയാണ്, അതെല്ലാം അഭിമാനകരമായ കാര്യമാണ് എന്നതിൽ അവരിപ്പോഴും വെള്ളം ചേർക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയാൻ തയ്യാറല്ല. അപ്പൊ ആ നിലപാട് തിരുത്തുകയാണ് ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത്. പൂർണ്ണമായും മനുഷ്യന്റെ കൃഷിയും ആവാസ വ്യവസ്ഥയും അവന്റെ അതിജീവനവും സാധ്യമാക്കാൻ കഴിയുന്ന വിധം നിലവിലുള്ള നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകണം. പാർലമെന്റിൽ സീറോ ഓവർലി പ്രശ്നം ഞാൻ ഉന്നയിച്ചിരുന്നു, ക്വസ്റ്റ്യനായി പലപ്പോഴും ഉന്നയിച്ചിരുന്നു, ഇന്നും ഇടപെടാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് അവസരം ലഭിച്ച ശ്രീ ജോൺ ബ്രിട്ടാസിനാണ്. പ്രിയപ്പെട്ടവരെ, അടിയന്തരമായി നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ: കാട്ടുപന്നിയെ ബെർമിനായി പ്രഖ്യാപിക്കണം. മറ്റൊന്ന് കാട്ടുകുരങ്ങ്, കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുകുരങ്ങനെ ഷെഡ്യൂൾഡ് 2 മാറ്റണം. അത് ഷെഡ്യൂൾഡ് 2 റീസെന്റ് ആയിട്ട് ഷെഡ്യൂൾ 1 മാറ്റി. കൂടുതൽ പരിരക്ഷ അതിന് ലഭിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ അടിയന്തരമായി. പിന്നെ പാക്കേജിന്റെ കാര്യം സന്തോഷത്തോടെ സൂചിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പ്രശ്നങ്ങൾ അതീവ വൈകാരികമായി സ്വന്തം ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് പാർലമെന്റിൽ ഏറ്റവും സജീവമായി ഏതൊരവസരം കിട്ടിയാലും
കർഷകരുടെയും ഈ പ്രശ്നവും അതിവൈകാരികമായി പ്രശ്നങ്ങളെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു നേതാവ് നിങ്ങൾക്കുണ്ട്. അത് ശ്രീ ജോസ് കെ മാണി എംപിയാണ് വളരെ വൈകാരികമായി പ്രശ്നം ഉന്നയിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വരുന്ന സമുദ്രത്തിലെ ഖനനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആഴക്കടൽ സമുദ്രഖനനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം പാർലമെന്റിൽ ആദ്യമായി ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണിയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയാണ്, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തപ്പോഴും ഈ പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടി അദ്ദേഹം എടുത്തൊരു പെയിൻ ഉണ്ട്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ കൂട്ടായ്മയോടുകൂടി വളരെ ശക്തമായി നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം. കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാടിനോട് ഞങ്ങളെല്ലാവരും അങ്ങേയറ്റം നിൽക്കുകയാണ്. നിങ്ങൾ തെരുവിൽ നടത്തുമ്പോൾ നിങ്ങൾ എത്രയോ യാത്രകൾ നടത്തി, വളരെ ഏറ്റവും നല്ല നിലയിൽ BD സതീശൻ നടത്തിയ യാത്ര പോലല്ല നിങ്ങൾ നടത്തിയ യാത്ര. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ തൊടുന്ന, കേരളമാകെ ഇളക്കി മറിക്കുന്ന വലിയ യാത്രകൾ നിങ്ങൾ നടത്തി. ആ യാത്രകൾ നിങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം പാർലമെന്റിനുള്ളിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നു, ഇനിയും ഉന്നയിക്കും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് DYFIയുടെ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും ഈ സമരത്തിന് കർഷകർക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. CPIയുടെ ആദരണീയനായ നേതാവ് സഖാവ് PP സുനീർ MP നമ്മുടെ ഈ സമരത്തെ അഭിവാദിച്ചു. ആദരണീയനായ രാജ്യസഭാ എംപിയും കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനുമായ പ്രിയപ്പെട്ട ജോസ് കെ മാണി MP, സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനായ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയമുള്ള കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു മണിക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അനുമതി ജോസ് കെ മാണി MP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, പ്രസംഗം ഒട്ടും നീട്ടാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എല്ലാ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കേണ്ടതില്ല. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന ഭരണഘടന തന്നെ കർഷകരുടെ പ്രശ്നങ്ങളായി ഏറ്റെടുത്തിട്ടുള്ള കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളോട് നിറവേറ്റുന്നത്. അതോടൊപ്പം തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഈ സമരം വിജയിപ്പിക്കുന്നതുവരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കേരള കോൺഗ്രസിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളത്, ഞാൻ തൃശ്ശൂർ കേരള കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സുഹൃത്താണ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്. ഞങ്ങൾ ഒരുമിച്ചാണ് കേരള ഡിഗ്രിക്ക് BA പൊളിറ്റിക്സ് പഠിച്ചത്. എല്ലാ ദിവസവും രാവിലെ കോളേജിൽ വന്നാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കെ മാണി സാറിന് 2 മുദ്രാവാക്യം വിളിച്ച് ഉണ്ണികൃഷ്ണൻ ക്ലാസ്സിൽ അന്ന് മുതൽ ഞാൻ ജോസ് കെ മാണിയോട് എപ്പോഴും പറയാറുണ്ട്, ഈ മാണി സാറിനെ കുറിച്ചും കേരള കോൺഗ്രസിനെ കുറിച്ചും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്, ഞാൻ മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പൊന്നാനി തീരദേശ മേഖലയിലാണ് വലിയ പരിചയമില്ലാത്തത്. അത് പരിഹരിച്ചത് ഉണ്ണികൃഷ്ണയുടെ ബന്ധത്തിലൂടെയാണ്. സാന്ദർഭികമായി അത് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും MP-മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണവും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തിന്റെ ഭാഗമായി കേന്ദ്ര വനം മന്ത്രി ആദരണീയനായ പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ MLA-മാർ ഉൾപ്പെടെ ഇപ്പോൾ 1 മണിക്കാണ് അദ്ദേഹത്തെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. ബഹുമാന്യ ജോണി നെല്ലൂർ അദ്ദേഹം ഈ സമരത്തിൽ തുടർന്ന് അഭിവാദ്യം ചെയ്യും. അതിനുശേഷം യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സിറിയക് ചാഴിക്കാടൻ ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തി സമരം അവസാനിക്കും.